സൂപ്പർ മാങ്ങ, നല്ല മൂവാണ്ട മാങ്ങ. അപ്പം ഈ മാങ്ങ പറിച്ചെടുക്കാം കേട്ടോ. സൂപ്പറല്ലേ, അതിൻ്റെ കറ വീണണ്ട. അപ്പോൾ സൂപ്പർ മാങ്ങ വെച്ചിട്ട് നമുക്കൊരു പുതിയ ഐറ്റം ഉണ്ടാക്കാം. മാങ്ങ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാം, കറികളുണ്ടാക്കാം, പച്ചടി വയ്ക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അച്ചാറിടാം, കൊത്തി എരിഞ്ഞ് ഉള്ളിയും പച്ചമുളകും ഇട്ട് വേവിച്ച് തിന്നാം, പച്ചയ്ക്ക് തിന്നാം. സൂപ്പറാ. അപ്പോൾ ഒരു തണ്ണിമത്തൻ എടുക്കാം, അത് മുറിക്കാം. സൂപ്പറല്ലേ തണ്ണിമത്തൻ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അകം ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഇതിൻ്റെ തോട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം. തണ്ണിമത്തൻ്റെ തോട് ഇതുപോലെ അരിഞ്ഞെടുത്ത്, ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കണ്ടില്ലേ, നമുക്കൊരു കറി ഉണ്ടാക്കാം. ഒരു മൂവണ്ടൻ മാങ്ങ പറിച്ചിപ്പോൾ, അപ്പോൾ ഇതും കൂടെ ചേർക്കാം നമുക്ക്. മാങ്ങയും കൂടെ ചേർക്കാം. മാങ്ങയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത്. ഓക്കെ, കണ്ടില്ലേ, ചെറുതായിട്ട് അരിഞ്ഞെടുത്ത്. ഒരു സവാള അരിഞ്ഞെടുത്ത്, കുറച്ച് തേങ്ങ എടുത്ത്, കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കി കഴുകിയെടുത്ത്. അപ്പോൾ അതിലോട്ടിടാം. അപ്പോൾ അതിലോട്ട് ചെറിയ ഇതിട്ട് കുറച്ച് ഉപ്പ് അതിലോട്ടിടാം. ലേശം മഞ്ഞൾപ്പൊടി അതിലോട്ടിടാം. കുറച്ച് നല്ല ജീരകം അരിച്ചെടുത്ത് കേട്ടോ. കല്ലോ വല്ലതും ഉണ്ടെങ്കിലോ അതിനെ കഴുകി അരിച്ചെടുത്ത്. അപ്പോൾ ഇതും കൂടെ അതിലോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനം നമുക്കൊന്ന് അരച്ചെടുക്കാം. കടുകിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി പൊടി അരിഞ്ഞിട്ട്, കുറച്ച് കറിവേപ്പിലയിട്ടു, ശേഷം പച്ച ഉലുവ ഇട്ടു, അതൊന്ന് ചുവന്ന് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, കുറേ പച്ചമുളക്. അത് എരിവ് കുറഞ്ഞ മുളകാണ് കേട്ടോ, എരിവ് കുറഞ്ഞ മുളക്. ഒരു സവാള പൊടിയാ അരിഞ്ഞത്. നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ എന്താണ്, തണ്ണിമത്തൻ്റെ തോട് വൃത്തിയാക്കി അരിഞ്ഞ് എടുത്തതാണ്. അത് ഇട്ട് കൊടുക്കുക. അതൊന്ന് വെന്ത് വരട്ടെ. പച്ചമുളക്, സവാള, തണ്ണിമത്തൻ്റെ തോട് ഇതെല്ലാം കൂടെ വെന്ത് വരട്ടെ. അത് നല്ല കളർഫുള്ളല്ലേ, എന്ത് ഭംഗിയല്ലേ, കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. ഒന്ന് അരവേക്കായതിന് ശേഷം നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച മാങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. ആ ഉള്ളിയുടെയും അതിൻ്റെയൊക്കെ ആ തണ്ണിമത്തൻ്റെയൊക്കെ വെള്ളമുണ്ട് അതിൽ. പൊടി അരിഞ്ഞ് വെച്ചേക്കണ മാങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂടി വയ്ക്കാം. അതൊന്നായി വരട്ടെ. അപ്പോൾ മീൻ കണ്ടില്ലേ, മീനിന് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത്, വെള്ളമൊന്നും ഒഴിക്കണ്ട. ആ മുറിച്ച മീൻ അതിലോട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചേക്കണം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട്
എടുത്തുകൊണ്ട് വന്ന് നമുക്ക് എണ്ണയിലിടാം. മീൻ നല്ലപോലെ മൊരിഞ്ഞ് വരട്ടെ, കുറച്ചെണ്ണ മതി. ഓക്കെ, അരപ്പ് മിക്സ് ചെയ്തിട്ട് മീനിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കണം. ഉപ്പും എരിവും എല്ലാം പിടിച്ചിരിക്കും. അപ്പോൾ എല്ലാ കാര്യവും ഒരുമിച്ച് നടക്കും. അപ്പോൾ എളുപ്പത്തിൽ മീൻ പൊരിക്കണ രീതി പറഞ്ഞേ. നമ്മൾ തണ്ണിമത്തൻ്റെ തോടും പച്ചമുളകും മാങ്ങയും കൂടെ വെന്ത് വന്നു. നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം കുറച്ച് വേണം അരപ്പ് റെഡിയാക്കി എടുക്കാൻ. ഇങ്ങനെ ഒരു അടിപൊളി കൂട്ടാൻ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? സൂപ്പറാണ്. നമുക്ക് തൈര് ഒഴിച്ചും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ റെഡിയായി, മീൻ കറിയും റെഡി. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കണം, ഉണ്ടാക്കി കഴിക്കണം. ഒന്നിനെയും വെറുതെ വിടരുത്. നമ്മളെ തിരിഞ്ഞു കടിക്കാത്ത ഒരു സാധനവും വെറുതെ വിടരുത്. ഓക്കെ, നല്ല സൂപ്പറാണ് ചോറ് കഴിക്കാൻ കേട്ടോ. എരിവെന്ന് പറയുമ്പോഴത്തേക്ക് മുളകിട്ടാൽ മതി. മുളക് അരയ്ക്കുകയൊന്നും വേണ്ട, അരയ്ക്കാതെ തന്നെ വെറുതെ ഇട്ടാൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. കറിവേപ്പിലയുടെ തണ്ടൊന്നും ഞാൻ കളയില്ല, അതൊക്കെ ഇതിൽ കൂടെ ഇടും. തിന്നാൻ നേരത്തെടുത്ത് മാറ്റാം. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ അരപ്പ് കൂട്ടൊക്കെ മനസ്സിലായല്ലോ. എളുപ്പത്തിൽ മീനിന് അരപ്പ് കൂട്ടുണ്ടാക്കണത് അതും മനസ്സിലായല്ലോ. പൊടിയിലെല്ലാം കൂടെ മിക്സ് ചെയ്ത് മീനും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി. അരമണിക്കൂർ കഴിഞ്ഞ് എടുത്ത് റെഡിയാക്കിയാൽ മതി. പുറത്തിരുന്ന് കേടായി പോണ്ട. അപ്പോൾ ഇതേപോലെ നല്ലൊരു പച്ചക്കറി ഉണ്ടാക്കി ചോറ് കഴിക്കുക. ഓക്കെ, താങ്ക് യു. ലീലാമണി ചാലക്കുടി.